ഹേ ഗൈസ്, സോ Insta360X2ൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. കുറേ നാളായി നമ്മുടെ ചാനൽ ഒരു അൺബോക്സിങ് ചെയ്തിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അൺബോക്സിങ് ചെയ്യാൻ പോകാം. നമ്മളങ്ങനെ ഫൈനലി 360 ക്യാമറ എടുത്തു. ഇനി ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കുറച്ച് 360-ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഈ ബോക്സിൽ Insta360X2 ക്യാമറ, അതിൻ്റെ കൂടെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് ഉണ്ട്, പിന്നെ ഒരു ലെൻസ് കാർഡും കൂടി ഉണ്ട്. എനിക്കിതെല്ലാം കൂടി എനിക്ക് ഏകദേശം 37,000 രൂപയായി. ഞാൻ ഒരുപാട് ഇൻട്രോ പറഞ്ഞിട്ടൊന്നും വെറുപ്പിക്കണില്ല. നമുക്ക് ഈ ബോക്സ് തുറന്നിട്ട് സംഭവം നമുക്ക് പുറത്തെടുക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ എൻ്റെ ക്യാമറയുടെ സാമ്പിൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇതാണ് സെൽഫി സ്റ്റിക്ക് കേട്ടോ, ഇൻവിസിബിൾ. സെറ്റ്. ഓക്കെ, ഇത് സൈഡിലിരിക്കട്ടെ. സോറി ഗൈസ്, ഞാൻ പറയാൻ മറന്നു. ഞാനൊരു മെമ്മറി കാർഡും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 128 GB. ഓക്കെ, ഇതിപ്പോൾ പ്രത്യേകിച്ച് അൺബോക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, Insta360X2. ഇതിലെന്തൊക്കെയോ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഗൈസ്. 1 year വാറൻറ്റി ഒക്കെ ഉണ്ട് വിത്ത് ബില്ല്. ഓക്കെ, X3 ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, ബട്ട് ഞാൻ X3യിലേക്ക് പോയില്ല. കാരണം എൻ്റെ യൂസിന് എനിക്കിത് മതിയാവും എന്നാണ് തോന്നണേ. അതുകൊണ്ട് തന്നെ ഞാൻ X3യിലേക്ക് പോയില്ല, X2ൽ തന്നെ മതി. എനിക്കിനി ഇത് ഓപ്പൺ ആക്കാം. ലെൻസ് കാർഡ് താഴെ വീണ് പോയി. ഇതാണ് എൻ്റെ ലെൻസ് കാർഡ് കേട്ടോ. ഇതായിട്ട് വാവ്, ഇതാണ് ഗൈസ് ക്യാമറ Insta360X2. ഇതിലിപ്പോൾ ലെൻസിലൊക്കെ കവർ ഇട്ടിരിക്കുക കേട്ടോ. നമ്മളിനി ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മേടിച്ച ലെൻസ് കാർഡ് ഒട്ടിക്കണം അതിൽ ഇവിടെ വരിക. കാരണം ഈ 360 ക്യാമറൻ്റെ ക്യാമറ കണ്ടില്ലേ, രണ്ടും പുറത്തേക്ക് എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ 360 എടുക്കുന്ന സമയത്ത് ഉറപ്പായി ഒരു ലെൻസ് കാർഡ് കൂടി ചേർത്ത് മേടിക്കുക. മാത്രമല്ല, ഞാൻ കുറച്ച് റഫായിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ഞാൻ ക്യാമറയൊക്കെ ചിലപ്പോൾ വണ്ടിയുടെ ക്രാഷ് കാർഡിൽ, അതുപോലെ വണ്ടിയുടെ താഴെയൊക്കെ ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കല്ലൊക്കെ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ലെൻസ് കാർഡ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഓക്കെ, ഇതിപ്പോൾ സൈഡിലിരിക്കട്ടെ. ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ട് നോക്കാം നമുക്ക്. ഇതിലെന്തൊരു ബോക്സൊക്കെ ഉണ്ട് കേസ് ഇവിടെ. എങ്ങനെയാണ് ഇപ്പോൾ തുറക്കുക? ഇത് കേബിളാണ് ഗൈസ്. ഇത് അതിൻ്റെ കൂടെ ഒരു ഓക്കെ താഴെ പോയി ബോക്സ് കാര്യമില്ല. ഇത് ക്ലീൻ ചെയ്യാനുള്ള ക്ലോത്താണെന്നാണ് തോന്നുന്നത്. ഇത് യൂസർ മാനുവൽ. ഓക്കെ, ഇത് നമ്മൾ സാധാരണ പഠിക്കാറില്ല, അതുകൊണ്ട് അത് വെച്ചാൽ ഇത് അതിൻ്റെ ഒരു പൗച്ചാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ക്യാമറേൻ്റെ കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. Insta360യുടെ ലെൻസ് കാർഡ് തുറന്ന് നോക്കാം. എന്തൊക്കെ താഴെ പോയി. ഓക്കെ, ഇത് നമ്മുടെ ഗിത്താറിൻ്റെ പിക്ക് പോലെ ഉണ്ട്. പക്ഷേ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ Insta360യിൽ ലെൻസ് കാർഡ് ഒട്ടിച്ച് കഴിയുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല.
ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ ലെൻസ് കാർഡിൻ്റെ താഴെ അടിയിൽ വരുന്നതാട്ടോ ഇത്. ഈ രണ്ട് സംഭവം ഇത് എങ്ങനെ വർക്കാണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ലെൻസ് കാർഡ്. ഇതാണ് കേട്ടോ നമ്മുടെ ലെൻസ് കാർഡ്. കണ്ടില്ലേ, ബൾജായിരിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മൾ ഇവിടെ താഴെയുള്ള ഈ ടേപ്പ് റിമൂവ് ചെയ്തിട്ട് ക്യാമറയുടെ പുറത്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യും, രണ്ട് സൈഡായിട്ട്. ഓക്കെ, ഇതിൽ താഴെ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ട, ഈ ഗ്യാപ്പ് നമ്മൾ ഈ താഴെ ഇത് മൈക്രോഫോണാണ്. അപ്പോൾ ഈ മൈക്രോഫോണിൽ കറക്റ്റായിട്ട് വരുന്നത് പോലെ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്യാനുള്ള സംഭവമാണ് ഇത് കേട്ടോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ സൈഡിലൂടെ സ്ക്രാച്ച് ചെയ്തിട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് റെഡിയാക്കാം. നമുക്ക് ആദ്യം ക്യാമറ ഓൺ ആക്കാം. ഓക്കെ, SD കാർഡ് ഇല്ലെന്നാണ് പറയണേ. ഓക്കെ, തുടക്കം തന്നെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ SD കാർഡ് ഇടാം. ഏകദേശം നമ്മൾ ബാറ്ററി അയച്ചു കേട്ടോ. ബാറ്ററി ഇത് ഏകദേശം ഇവിടെ വരിക. അപ്പോൾ ഇതിനകത്തായിട്ട് ഇവിടെ ആയിട്ടാണ് ഈ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മെമ്മറി കാർഡ് ഇടാം. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാറ്ററി. ഓക്കെ ഗൈസ്, സോ മെമ്മറി കാർഡൊക്കെ ഇട്ടു. ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് സാമ്പിൾ വീഡിയോസ് കാണിക്കാം കേട്ടോ. ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ വീഡിയോ കാണിക്കാം. എന്നിട്ട് നമുക്ക് ഉടനെ തിരിച്ചു ഓക്കെ, സോ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടില്ലേ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ റീസെൻറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഗൈസ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതായിരിക്കും ബൈ. റൈറ്റ് സേഫ്. ബൈ.